മലയാളത്തിന്റെ നടനവിസ്മയം മോഹൻലാലിന് ഇങ്ങ് ചെറുതാഴത്ത് നിന്നൊരു ശില്പം സമ്മാനം. പ്രശസ്ത ശില്പിയായ പ്രശാന്ത് ചെറുതാഴമാണ് മോഹൻലാലിന് നൽകുന്നതിനായി മനോഹരമായ ഒരു മോഹിനി ശില്പം ഒരുക്കിയത്. മോഹൻലാലിന് അത് കൈമാറുകയും അദ്ദേഹത്തിൽ നിന്ന് വാനോളം അഭിനന്ദനം ഏറ്റുവാങ്ങുകയും ചെയ്തു. ലളിതമായ ഒരു തടിക്കഷ്ണത്തിലേക്ക് കലാകാരന്റെ വിരലുകൾ തൊട്ടപ്പോൾ പിറന്നത് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന അതിമനോഹരമായൊരു മോഹിനി രൂപം. ചെറുതാഴം സ്വദേശിയായ കലാകാരൻ പ്രശാന്ത് ചെറുതാഴം നിർമ്മിച്ച ഈ അത്യപൂർവ ശില്പം ചെന്നെത്തിയത് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന്റെ കൈകളിലേക്കാണ്. തേക്കിന്റെ ഉറപ്പുള്ള തടിയിൽ കൊത്തിയെടുത്ത മോഹിനി ശില്പം നേരിൽ കണ്ട ലാലേട്ടൻ ശില്പിയുടെ നൈപുണ്യത്തെയും സർഗാത്മകതയെയും വാനോളം പുകഴ്ത്തി. താങ്ക് യു പ്രശാന്ത്. ഇത്ര അതിമനോഹരമായ ഒരു ശില്പം ഉണ്ടാക്കി എനിക്ക് തന്നതിന്. ഇതിൻ്റെ പുറകിലൊരു അധ്വാനം, അതിൻ്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെ നോക്കി നിന്നാലേ മനസ്സിലാവുള്ളൂ. അതിഗംഭീരം, അതിമനോഹരം. താങ്ക് യു. മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെയും കൃത്യതയുള്ള ആസൂത്രണത്തിന്റെയും ഫലമാണ് പ്രശാന്തിന്റെ ഈ കലാസൃഷ്ടി. മികച്ച തേക്കിൻ തടി തിരഞ്ഞെടുത്ത് അതിൽ ഭാവവും ലയവും ചലനവും കൃത്യമായി ആവാഹിച്ചെടുക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. മോഹിനിയുടെ നൃത്തഭാവങ്ങളും വസ്ത്രധാരണത്തിലെ മടക്കുകളും ആഭരണങ്ങളുടെ സൂക്ഷ്മമായ കൊത്തുപണികളും തേക്കിൻ തടിയിൽ അതിമനോഹരമായി തന്നെ തെളിഞ്ഞു നിൽക്കുന്നു. സാധാരണ മരത്തടിയിൽ നിന്ന് ലയ സൗന്ദര്യമുള്ളൊരു സ്ത്രീരൂപം കൊത്തിയെടുക്കുക എന്നത് ഒരു ശില്പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തപസ്സാണ്. കലയെയും കലാകാരന്മാരെയും എന്നും നെഞ്ചിലേറ്റുന്ന മോഹൻലാൽ പ്രശാന്ത് സമ്മാനിച്ച ശില്പം ഏറ്റുവാങ്ങുമ്പോൾ അത്ഭുതവും സന്തോഷവും മറച്ചുവെച്ചില്ല. ശില്പത്തിലെ ഓരോ സൂക്ഷ്മ വിശദാംശങ്ങളും തൊട്ടറിഞ്ഞ താരം തടിയുടെ ഗുണനിലവാരത്തെയും കൊത്തുപണിയുടെ മനോഹാരിതയെയും എടുത്തു പറഞ്ഞ് അഭിനന്ദിച്ചു. ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട് എന്ന മോഹൻലാലിന്റെ വാക്കുകൾ പ്രശാന്തിന്റെ കലാജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട അംഗീകാരങ്ങളിൽ ഒന്നായി മാറി. സ്വന്തം കൈത്തൊഴിലിലെ മികവ് കൊണ്ട് സൂപ്പർ താരത്തിന്റെ മനസ്സ് കീഴടക്കിയ പ്രശാന്ത് ചെറുതാഴത്തിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നാട്ടിലും അഭിനന്ദന പ്രവാഹമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ശില്പം നിർമ്മിക്കാനുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഓപ്ഷനിലേക്ക് എത്തിയത്? ആദ്യം ഞാൻ ലാലേട്ടന് ശ്രീ മോഹൻലാലിനൊരു ശില്പം കൊടുത്തിട്ടുണ്ടായിരുന്നു. വാരാഹി ശില്പം, വാരാഹി ദേവീൻ്റെ ഒരു ശില്പം ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്ലാവിൽ. അപ്പോൾ അതവിടെ ലാലേട്ടൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുപോയ ദിവസം ഞങ്ങളവിടെ ഇറങ്ങിയതിന് ശേഷം ലാലേട്ടൻ്റെ ഒരു സുഹൃത്ത് അവിടെ വന്നു, ആ ശില്പം കാണുകയും ചെയ്തു. അപ്പോൾ ലാലേട്ടൻ അതിനെപ്പറ്റി ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ലാലേട്ടന് ഒരു അവാർഡ് കിട്ടി. ഫാൽക്കെ പുരസ്കാരം കിട്ടിയതിന് ശേഷം ഇദ്ദേഹം ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ശില്പം ചെയ്യാൻ തീരുമാനിച്ചിട്ട്, ലാലേട്ടന് പൊതുവേ ഈ ശില്പങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, ദാരുശില്പങ്ങളൊക്കെ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്നെ ഓർമ്മ വന്നു. അങ്ങനെ സനൽ സാറ്, അവിടെയുള്ള ഒരു സനൽ സാറുണ്ട്, അദ്ദേഹമായി ബന്ധപ്പെട്ട് എൻ്റെ നമ്പർ വാങ്ങി അങ്ങനെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു വിഷയം ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നോട്. ഒരു ലാലേട്ടന് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ശില്പം. അപ്പോൾ അവർ പറഞ്ഞു തെയ്യം ചെയ്താലോ കണ്ണൂരുന്നതായതുകൊണ്ട്. ഞാൻ പറഞ്ഞു തെയ്യം എല്ലാവർക്കും നിന്ന് കിട്ടുന്നൊരു സാധനമല്ലേ, വാങ്ങിക്കാനും കിട്ടും, അല്ലെങ്കിൽ ഒരുപാട് ലാലേട്ടന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മോഹിനി ശില്പം ചെയ്യാം നമുക്ക്. മോഹിനിയാകുമ്പോൾ നല്ല സൗന്ദര്യമുള്ളൊരു ശില്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നു. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, അവരെന്നെ സമ്മതിച്ചു. അങ്ങനെയാണ് ഈ ശില്പം ചെയ്തത്. അങ്ങനെയാണ് മോഹിനി സബ്ജക്റ്റിലേക്ക് വന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.